ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ കുറച്ച് ഗ്യാപ്പിന് ശേഷമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ജോലി തിരക്കുകളൊക്കെ കാരണം യൂട്യൂബിൽ നിന്നൊന്ന് മാറി നിൽക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെ ഇരിക്കെ 2-3 ദിവസങ്ങളായിട്ട് എൻ്റെ പഴയ വീഡിയോസൊക്കെ നോക്കിയ സമയത്ത് ഒരുപാട് കമൻറ്റ്സ് ഞാൻ കാണേണ്ടതായിട്ട് വന്നു. ഒരുപാട് ഡൗട്ട്സ് ഇപ്പോഴും ചോദിക്കുന്നുണ്ട്, LBS ആണെങ്കിലും അല്ലെങ്കിൽ അഡ്മിഷൻ റിലേറ്റഡ് കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ വിചാരിച്ചു എനിക്കറിയുന്ന ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് എത്തിക്കണം. കാരണം ഇപ്പോഴത്തെ ഈ ഒരു ടൈം എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യൽ ടൈമാണ്. കാരണം +2 റിസൾട്ടൊക്കെ വന്ന് എല്ലാവരും പുതിയൊരു അഡ്മിഷന് വേണ്ടിയിട്ട് പോവുകയും അല്ലെങ്കിൽ അഡ്മിഷൻ പ്രോസസ്സിനായിട്ട് വെയിറ്റ് ചെയ്യുകയും ചെയ്യുന്ന സമയത്താണ്. അപ്പോൾ ഈ ഒരു സമയത്ത് എനിക്ക് എന്തറിയുന്നോ അത് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഞാനൊക്കെ പഠിച്ചിരുന്ന സമയത്ത് യൂട്യൂബ് ഇത്രത്തോളം എസ്റ്റാബ്ലിഷ്ഡ് അല്ലായിരുന്നു. ഇതുപോലെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഈ ഒരു അവസരം നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. ഞാൻ ഈ ഷെയർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായി നോക്കുകയും കാണുകയും അതനുസരിച്ച് നിങ്ങളുടെ മുമ്പോട്ടുള്ള ഓരോ സ്റ്റെപ്പ് വെക്കുകയും സക്സസ് ആയി തീരുകയും ചെയ്യുക. ആദ്യം തന്നെ +2 പാസ്സായിട്ടുള്ള എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ്. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഓൺ ആക്കി വെക്കുക. അപ്പോൾ വരും ദിവസങ്ങളിൽ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. നിങ്ങളുടെ ഈ ഒരു അഡ്മിഷൻ പ്രോസസ്സ്, ആ ഒരു ജേർണി വളരെ ഈസിയായി യൂസ്ഫുൾ ആക്കി തീർക്കാൻ എൻ്റെ വീഡിയോസ് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. എല്ലാ വർഷത്തെ പോലെയും ഈ വർഷവും LBS വഴിയാണ് നഴ്സിംഗ് പാരാമെഡിക്കൽ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ നടക്കുന്നത്. ഞാൻ LBSനെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് വീഡിയോസ് ലാസ്റ്റ് ഇയറിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓരോ പ്രോസസ്സും ഓരോ സ്റ്റേജും വളരെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള വീഡിയോസ് ആയിരുന്നു. ഈ ഒരു വീഡിയോ ഞാൻ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നിരുന്നാൽ പോലും ഒരു ഓവറോൾ ഐഡിയ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ആ ഒരു വീഡിയോസ് പോയി വ്യൂ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഓരോരോ സ്റ്റെപ്പിലും എന്തെല്ലാമാണ് നടക്കുന്നത്, ഇനി വരാനിരിക്കുന്ന പ്രോസസ്സുകൾ എന്തൊക്കെയാണ്. ഇപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പേ ആയിട്ടുള്ളൂ. മുമ്പോട്ടേക്കുള്ള അലോട്ട്മെന്റ് പ്രോസസ്സ് ആണെങ്കിലും അതൊക്കെ എങ്ങനെയാണ് നടക്കുക എന്നുള്ളത് നിങ്ങൾക്ക് വരും ദിവസങ്ങളിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. ആദ്യം തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു അഡ്വൈസ് എന്ന് പറയുന്നത്, നിങ്ങളിപ്പോൾ അപ്ലൈ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് തന്നെ LBSന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ 2026ന്റെ പുതിയ പ്രോസ്പെക്ടസ് ആഡ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് നിങ്ങൾ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് ഒന്ന് ഗോ ത്രൂ ചെയ്യുക. എല്ലാം ഒന്ന് വായിച്ചു നോക്കി മനസ്സിലാക്കി വെച്ചതിന് ശേഷം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പോവുക. അതിനകത്ത് എല്ലാ ഡീറ്റെയിൽസും അവർ കൊടുത്തിട്ടുണ്ട്. എത്ര കോളേജുകളാണ് കേരളത്തിലുള്ളത്, ഓരോ കോളേജിനും എത്ര സീറ്റ്സ് ഉണ്ട്, ഓരോ കോളേജിലും ഏതെല്ലാം കോഴ്സുകളുണ്ട്, കാറ്റഗറൈസ് ചെയ്ത്, അതായത് SC ST അല്ലെങ്കിൽ EWS അങ്ങനെ ഒരുപാട് കാറ്റഗറീസ് ഉണ്ട്. ഓരോ കാറ്റഗറീസിലും വരുന്ന എത്ര സീറ്റുകളുണ്ട്, അങ്ങനെ എല്ലാ ഇൻഫർമേഷനും ആ പ്രോസ്പെക്ടസിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് അതൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കി ഒരു ബേസിക് ഐഡിയ ഉണ്ടാക്കിയതിന് ശേഷം പോയി അപ്ലൈ ചെയ്യുക. നഴ്സിംഗ് പാരാമെഡിക്കൽ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷനാണ് ഇപ്പോൾ LBS സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതിന്റെ ഫസ്റ്റ് പ്രോസസ്സിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അപ്ലൈ ചെയ്യാൻ ആഗ്രഹമുള്ളവർ LBSന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോവുകയും അവിടെ സെൻട്രലൈസ്ഡ് അലോട്ട്മെന്റ് എന്നുള്ള ഒരു സ്റ്റെപ്പ് ക്ലിക്ക് ചെയ്യുമ്പോൾ ന്യൂ രജിസ്ട്രേഷൻ ഫോം ഓപ്പൺ ആയിട്ട് വരും. അവിടെ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം അടിച്ചു കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ ഒരു ഫീ പേജ് ആയിരിക്കും വരുന്നത്. നിങ്ങൾക്ക് 2 രീതിയിൽ ഫീസ് പേ ചെയ്യാനായിട്ട് സാധിക്കും. ഒന്നെങ്കിൽ ഓൺലൈനായിട്ടും അല്ലെങ്കിൽ ചെല്ലാൻ വഴിയും ഫീസ് പേ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും മാർക്ക് ലിസ്റ്റും കാര്യങ്ങളും ഡോക്യുമെന്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്തതിന് ശേഷം ഫൈനൽ സബ്മിഷൻ ചെയ്യുക. ഇതാണ് ഒരു ഇനിഷ്യൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം ഓൾറെഡി എക്സ്പ്ലെയിൻഡ് വീഡിയോസ് ഈ ഒരു ചാനലിൽ തന്നെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ അതിൽ കൂടെ ഒന്ന് ഗോ ത്രൂ ചെയ്യുക. ലിങ്ക് താഴെ ഉണ്ടായിരിക്കും. ജസ്റ്റ് ആ ലിങ്കിൽ ഒന്ന് കയറി കേട്ട് നോക്കുകയാണെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എക്സ്പ്ലനേഷൻ ഉണ്ടായിരിക്കുന്നതായിരിക്കും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഒരു കാൻഡിഡേറ്റ് ഒരു ആപ്ലിക്കേഷൻ മാത്രം സബ്മിറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഒന്നിൽ കൂടുതൽ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ അത് റിജക്റ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. ഫീസിനെ പറ്റി പറയാനാണെങ്കിൽ ജനറൽ കാറ്റഗറിയിലുള്ളവർക്ക് 800 rupees ആയിരിക്കും. SC ST ആണെങ്കിൽ 400 rupees അതോടൊപ്പം തന്നെ സർവീസ് കാൻഡിഡേറ്റ് ആണെങ്കിൽ 800 rupees ആണ്. ഇതാണ് ഈ ഒരു ഫീസാണ് നിങ്ങൾ ചെല്ലാൻ വഴിയോ അല്ലെങ്കിൽ ഓൺലൈനായിട്ടോ പേ ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ എനിക്കൊരു ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ ഷെയർ ചെയ്യാനുള്ളത്, നിങ്ങൾ ഈ ഒരു ഫസ്റ്റ് ഇനീഷ്യൽ പ്രോസസ്സിൽ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് ഏത് മൊബൈൽ നമ്പർ യൂസ് ചെയ്തിട്ടാണോ ചെയ്യുന്നത് ആ ഒരു മൊബൈൽ നമ്പർ വെച്ച് തന്നെയാണ് ഈ ഒരു ഹോൾ പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഒരു മൊബൈൽ നമ്പർ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കുകയോ അല്ലെങ്കിൽ ആ ഒരു മൊബൈൽ നിങ്ങൾ എപ്പോഴും കൂടെ കരുതുകയോ ചെയ്യണം. എല്ലാ നോട്ടിഫിക്കേഷനും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് ആ ഒരു മൊബൈൽ നമ്പർ യൂസ് ചെയ്തിട്ടായിരിക്കും ആക്സസ് ചെയ്യാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങൾ ഇനിഷ്യൽ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു രജിസ്ട്രേഷൻ ID കിട്ടും. അതും നിങ്ങൾ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കുക. വരും ദിവസങ്ങളിൽ വരും പ്രോസസ്സുകളിൽ നിങ്ങൾക്കത് യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്ക് ആ ഒരു രജിസ്ട്രേഷൻ ID അതോടൊപ്പം തന്നെ ഈ ഒരു മൊബൈൽ നമ്പറും പാസ്വേഡും എല്ലാം നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇതെല്ലാമാണ് ഇനിഷ്യൽ സ്റ്റെപ്പിൽ
പേപ്പറിൽ വരുന്ന കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഓൾറെഡി ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ലാസ്റ്റ് ഇയറിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. സെയിം വേയിൽ തന്നെയാണ് ഈ ഒരു വർഷവും പ്രോസസ്സ് നടക്കുന്നത്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം. ആ ഒരു കമൻറ്റ് വെച്ചിട്ട് തന്നെ ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ആവശ്യമാണ് ഈ ഒരു വർഷവും നിങ്ങൾക്കൊരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യാം. ഞാൻ അതനുസരിച്ച് വീഡിയോ ചെയ്യുന്നതായിരിക്കും. ലാസ്റ്റ് ഡേ ഓഫ് ഫൈനൽ സബ്മിഷൻ എന്ന് പറയുന്നത് ജൂലൈ 2 ആയിരിക്കും. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പോകുന്ന സമയത്ത് ഡോക്യുമെന്റ്സ് കൂടെ കരുതേണ്ടതുണ്ട്. ഏതൊക്കെ ഡോക്യുമെന്റ്സ് ആണ് വേണ്ടെന്നുള്ള വീഡിയോ ചെയ്തതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. നിങ്ങൾ അതൊന്ന് നോക്കുക. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ പ്രോസ്പെക്ടസിന്റെ ഒരു കട്ട് പേജ് ഇവിടെ ആഡ് ചെയ്യാം. ആ ഒരു ഡോക്യുമെന്റ്സ് നിങ്ങളെ കൂടെ കരുതുക. ഡോക്യുമെന്റ്സ് കൊണ്ടുപോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വാലിഡ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് ആയിരിക്കണം അപ്ലൈ ചെയ്യുന്ന സമയത്ത് സ്കാൻ ചെയ്യേണ്ടത്. ഇതിൽ കൂടുതൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് ഒരു വീഡിയോ കൂടി ചെയ്യുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഈ ഒരു വർഷത്തെ എൻറ്റയർ ഈ ഒരു ആപ്ലിക്കേഷൻ പ്രോസസ്സിൻ്റെ ഡേറ്റ്സ് വന്നിട്ടുണ്ട്, ടെൻറ്റേറ്റീവ് ഡേറ്റ്സ്. വരും വീഡിയോയിൽ ഞാനതൊരു വീഡിയോ ആക്കി ചെയ്യുന്നതായിരിക്കും. ആ ഒരു സമയത്ത് ഓരോ പ്രോസസ്സും എക്സ്പ്ലെയിൻ ചെയ്തിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഈ ഒരു ഷോർട്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും +2 പാസ്സായിട്ടിരിക്കുന്ന നഴ്സിംഗ് പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് പോകാൻ ആഗ്രഹമുള്ള ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്യുക. അവർക്കും യൂസ്ഫുൾ ആയിരിക്കും. തീർച്ചയായിട്ടും ഡൗട്ടുകളോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. അത് ഞാൻ വായിച്ചതിന് ശേഷം ഒരു ഡീറ്റെയിൽഡ് വീഡിയോ കൂടി ചെയ്യുന്നതായിരിക്കും. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഓൺ ആക്കി വെക്കുക. വരും ദിവസങ്ങളിൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായി കാണുന്നതുവരെ ബൈ, ടേക്ക് കെയർ.